ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്താണ് പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ 2 പൈലുകൾ വെച്ചിട്ടാണ് ഇന്ന് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പൈൽ, ഇത് ക്രിസ്റ്റലാണ്, രണ്ടും ക്രിസ്റ്റലാണ്. ഇത് ഫസ്റ്റ് പൈൽ അമത്തിസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റലാണിത്. ഇത് തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന ക്രിസ്റ്റലാണ്. കണ്ടില്ലേ, പർപ്പിൾ കളർ. ഇത് നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ക്രിസ്റ്റലാണ്. ഇത് ബ്ലാക്ക് ടർമലിൻ എന്ന് പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ് പൈൽ, ഇത് സെക്കൻഡ് പൈൽ. നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇത് അവിടെ ഇരിക്കട്ടെ. എന്തൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരുന്ന മെസ്സേജ്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ? 8 of Cups, Ten of Pentacles, Eight of Wands, Ten of Swords, Seven of Cups, Three of Cups, the Empress, Ten of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 2 of Swords ആണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരുന്ന ചില കാര്യങ്ങൾ? ന്യൂ വിഷൻ, laziness, silence, change, experiencing, breakthrough, കൺട്രോൾ. ദ ഡ്രീമാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും ഇപ്പോൾ സ്വപ്നം കാണുകയാണ്. എന്തൊക്കെയോ നല്ലതിന് വേണ്ടിയിട്ടാണ്, എന്നാൽ മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 8 of Cups ആണ്. 8 of Cups എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒരു ഹെർമിറ്റ് മൂഡിലേക്ക് പോവുകയാണ്. ഇത് മൂണാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ മൂണിൻ്റെ എനർജി ഇപ്പോഴും ഉണ്ടെന്ന് സാരം. കണ്ടില്ലേ, മൂൺ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മൂണിൻ്റെ എനർജി ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും നിങ്ങൾ പലരും വഴക്കിടാനും അല്ലെങ്കിൽ ഒന്നിച്ച് ചേരാനും ഒക്കെയുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഹൃദയപരമായ ഇമോഷൻസിനെ കാണിക്കുന്നതാണ്. കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അതായത് ഹൃദയപരമായ ഇമോഷൻസാണ് മുഴുവനും
ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇമോഷൻസ് കൂടി വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. പലരും തമ്മിൽ അകന്നു മാറുന്നു. ഒരു നെഗറ്റീവ് എനർജി ഇവിടെ ബാധിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും നിങ്ങളുടെ മറ്റ് ഏതെങ്കിലും ഉള്ള കൂട്ടുകെട്ടിലായാലും ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടിലായാലും നിങ്ങൾക്ക് തമ്മിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ടായിട്ട് തമ്മിൽ അകലുന്നതായിട്ട് കാണുന്നുണ്ട്. അകന്നു പോകുന്നത് എങ്ങോട്ടാണ്? സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവാൻ വേണ്ടിയാണ്. ഈ ഒരു മൂൺ എനർജി നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സ്പിരിച്വൽ തോട്ട്സിനെ കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ശരിയല്ലേ? ഒരുപാട് സ്പിരിച്വൽ തോട്ട്സ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ഇമോഷണലായിട്ടുള്ള ഒരു എനർജിയും നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള തോട്ട്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ മൂണിൻ്റെ നല്ല എഫക്റ്റ് വരുന്നുണ്ട്. മൂണിൻ്റെ സ്വാധീനം നല്ലതായിട്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ കർത്തവാവ് സമയമല്ലേ, ഒരു 3 ദിവസം കൂടി എങ്കിലും ഈ ഒരു എനർജി ഈ പ്രപഞ്ചത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ അതുവഴി ഒരുപാട് ഹൃദയപരമായ ഇമോഷൻസിന് ചിലപ്പോൾ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത ഒരവസ്ഥയും ആകാം എന്ന് കാണുന്നു. അപ്പോൾ പെട്ടെന്നാണ് പിണക്കം വരുന്നത്, ഇണക്കം വരുന്നത് പെട്ടെന്നാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. പെട്ടെന്ന് ദൈവത്തിലോട്ട് കൂടുതലായിട്ട് കണക്റ്റ് ആവുന്നു. പെട്ടെന്ന് ചില ഉൾവിളികളുണ്ടാവുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. 8 ഓഫ് വൺസ് വന്നിരിക്കുന്നത്. ഒരുപാട് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായും നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് സ്പീഡപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു ഉയർച്ചയും ഇവിടെ കാണാൻ സാധിക്കുന്നു. കരിയർ ലൈഫിലൊരു സ്പീഡപ്പ് വരുമ്പോൾ, പല കാര്യങ്ങളിലും പ്രോഗ്രസ് വരുമ്പോൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്രകൾ സഫലമാകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും സാമ്പത്തികപരമായ ഒരു ഉയർച്ചയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ് ടോറസ്, വർഗ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ വാൺസ് അല്ലേ വന്നിരിക്കുന്നത്. വാൺസ് ഫയർ സൈനാണ് ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അത്രമാത്രം വളരെ ആവേശത്തോടു കൂടിയാവാം നിങ്ങളിവിടെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളത് എന്ന് കാണുന്നു. ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അത്രമാത്രം സ്പീഡിലാണ് എന്ന് കാണുന്നു. 10 ഓഫ് സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. പലർക്കും പല പ്രശ്നങ്ങളും നിങ്ങൾ ലൈഫിൽ ഉണ്ടായിരിക്കാം. അത് ഏത് കൂട്ടുകെട്ടിലും ആവാം. പ്രശ്നങ്ങൾ എപ്പോഴും വരുന്നത് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ 7 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് സോഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 10 ഓഫ് സോഡ് പറയുന്നത് എന്താണ്? സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. പിന്നെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ആ ഒരു രക്ഷപ്പെടൽ ഇവിടെ ഒരു മാറ്റത്തിലൂടെ മാത്രമേ കഴിയൂ. രക്ഷപ്പെടുന്നുണ്ടാവാം നിങ്ങൾ, പക്ഷേ മുന്നോട്ട് നിങ്ങൾ വരുന്നുണ്ടാവും. ഉയർത്തെഴുന്നേറ്റ് തന്നെ നിങ്ങൾ മുന്നോട്ട് വരും. തീർച്ചയായിട്ടും വലിയൊരു പരാജയം അതിനുശേഷം വരുന്നത് വലിയൊരു വിജയവും ആവാം. നിങ്ങൾ എത്രമാത്രം പരാജയപ്പെട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വിജയിയായി മുന്നോട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒന്നാണ് ഇത്. ഒരുപാട് പേരുടെ മുന്നിൽ നിങ്ങൾ പരാജിതനായി, അപഹാസ്യതനായി. മറ്റുള്ളവർ പരിഹസിച്ചിട്ടുണ്ടാവാം. മറ്റുള്ളവർ നിമിത്തം നിങ്ങൾക്ക് പല തോൽവികളും സംഭവിച്ചിട്ടുണ്ടാവാം. അവർ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ തോൽപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങളെ. പക്ഷേ അവിടെ നിന്നും നിങ്ങൾ കുറച്ചു കാലം സ്റ്റക്കായിട്ട് ഇരുന്നിരിക്കാം. പിന്നീട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നല്ല ഒരു അവസ്ഥയിൽ വരുന്നു എന്നുള്ളതാണ്. മുന്നോട്ടൊരു സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ വരുന്നത് എന്ന് കാണുന്നു. കാരണം കണ്ടില്ലേ, ഇവിടെ 10 ഓഫ് സോഡ്സ് കഴിഞ്ഞിട്ട് 8 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കരിയർ ലൈഫിലേക്ക് ഉയർച്ച. പിന്നീട് വന്നിരിക്കുന്ന 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഈ ഉയർച്ചയിലൂടെ വന്നിട്ട് നിങ്ങൾ സാമ്പത്തികമായി ഒരുപാട് അച്ചീവ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 7 ഓഫ് കപ്സ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം ജോലിക്കാര്യങ്ങളിൽ, അല്ല എങ്കിൽ വിവാഹം നോക്കിയിരുന്ന ആൾക്കാരുടെ എനർജി. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാവാം, ചോയ്സസ് വന്നിട്ടുണ്ടാവാം. പക്ഷേ അവിടെയൊക്കെ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നത്.
അങ്ങനെ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ എന്തുകൊണ്ടാണത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മോശകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിങ്ങൾക്ക് അത്തരമൊരു അവസരത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എന്ത് വേണം, എങ്ങനെ വേണം മുന്നോട്ട് പോകേണ്ടത്, എന്തിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളുമുണ്ട് ലൈഫിൽ മുന്നോട്ട് വരാൻ വേണ്ടി. പക്ഷെ അവിടെ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? അവസരങ്ങളുണ്ട്, പക്ഷെ സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ സെലക്ട് ചെയ്തോളൂ, കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. എന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ കുഴപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാമല്ലോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ തീരുമാനമെടുക്കാൻ പാടില്ല. 1-2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ശാന്തമായി ഇരുന്ന് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ സമാധാനപരമായി ചിന്തിച്ചിട്ട് വേണം അതിനൊരു ആക്ഷൻ എടുക്കാൻ എന്നാണ് ഇവിടെ കാണുന്നത്. 3 of Cups വന്നിട്ടുണ്ട്, ദ എംപ്രസ് വന്നിട്ടുണ്ട്. കണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിപ്പോൾ ആരെങ്കിലുമൊക്കെയോ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ദ എംപ്രസ്? വിവാഹം, കുട്ടികളുടെ ജനനം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള മാര്യേജ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരുപാട് എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ടാകും. വീട് വയ്ക്കാൻ, വാഹനം വാങ്ങിക്കാൻ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു നേട്ടം വന്നു കഴിയുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ തയ്യാറാകുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നേട്ടം പലരിലേക്കും വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വിവാഹം നോക്കിയിരിക്കുന്നവരുടെ ജീവിതത്തിൽ വിവാഹം നടക്കാൻ പോകുന്നുണ്ട്, ജോലി ലഭിക്കാനുള്ള സാഹചര്യം. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. 5 of Wands ആണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ വരും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എക്സാം എഴുതുന്നു, അവിടെ ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. മറ്റുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ഈ ഒരു കോമ്പറ്റീഷനിൽ ഒരാളല്ലേ ജയിക്കും, മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഈ മുന്നോട്ട് പോകുന്നവർക്ക് എന്താണ്? സമ്മാനം കിട്ടും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിനായിട്ട് എന്താണ്? നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളെ കടന്നിട്ട് വേണം നിങ്ങൾക്ക് എന്തിനു പോകാൻ? ഈ ഒരു മത്സരത്തിൽ വിജയിയാവാൻ, ആ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ, ആ ഒരു സമ്മാനം ലഭിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നു. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉള്ളിടത്ത് നിന്നുമാണ് നിങ്ങൾ കരകയറാൻ പോകുന്നത് എന്ന് കാണുന്നു. തീർച്ചയായും ആർക്ക് ചുറ്റും പ്രതിസന്ധികളുണ്ടോ അവർ അതിനെ ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് ബുദ്ധിപൂർവ്വം വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. സമ്മാനം ലഭിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരു അധികാര പദവി നേടിയെടുക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാം. ഒരു അധികാര പദവി, ഒരു എംപററുടെ പദവിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. കാരണം പിന്നീട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും. മറ്റുള്ളവർ നിങ്ങളെ അതേ രീതിയിൽ തന്നെ കാണാനും ബഹുമാനിക്കാനും പ്രശംസിക്കാനുമുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും. ബ്രേക്ക് ത്രൂ ആണ് പല കാര്യങ്ങളിലും. കണ്ടില്ലേ, ഇവിടെ പൊട്ടിച്ചെറിഞ്ഞിട്ട് വേണം. പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്യുന്നുവെന്ന് ഞാൻ പറഞ്ഞില്ലേ. പല കാര്യങ്ങളെയും നിങ്ങൾ പല ചങ്ങലക്കിട്ട് അവസ്ഥയായിരിക്കാം, ചങ്ങലയിൽ പൂട്ടപ്പെട്ട ഒരവസ്ഥയായിരിക്കാം. പക്ഷെ അവിടെ നിന്നും അതിനെ പൊട്ടിച്ചെറിഞ്ഞ് വേണം രക്ഷപ്പെടാൻ. ചിലപ്പോൾ മറ്റുള്ളവരുടെ നിർബന്ധ നിമിത്തം നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാവാം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും ആകാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ എക്സ്പീരിയൻസിങ് ആണ്. കണ്ടില്ലേ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മോശകരമായ അല്ലെങ്കിൽ വിഷമം അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ. കണ്ടില്ല, നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എക്സ്പീരിയൻസിങ് ആണ് ഏറ്റവും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യം. ഈ എക്സ്പീരിയൻസിങ് എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങളും ഉണ്ടാവാം, മോശം കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ നല്ല കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ നല്ല ഒരു മാറ്റം കൂടെ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇവിടെ
എല്ലാ ചരടുകളെയും എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് നിങ്ങളിവിടെ മുന്നോട്ട് വരുന്നത്. മോശകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു വിഷമകരമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം ലഭിക്കുന്നതായിട്ടും സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവുന്നു. കണ്ടില്ലേ, ഇവിടെ സൈലൻസ് വന്നിരിക്കുന്നു, ഇവിടെയും മൂൺ വന്നിട്ടുണ്ട്. രാത്രികാലങ്ങളിലൊക്കെയും നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലാണെന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, ഒറ്റയ്ക്ക് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥ. ഈ മൂണെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസിനെ തരുന്ന ഒന്നാണ്. കാരണം ഈ ഇമോഷൻസിനെ തരുമ്പോൾ പലരും എന്താണ് സൈലൻറ്റിലിരിക്കാൻ ആഗ്രഹിക്കുക, അല്ലേ? ഒരുപാട് നിശബ്ദരായിട്ടിരിക്കുക, നിശബ്ദരായിട്ട് ഒരുപാട് ജപങ്ങളും ധ്യാനങ്ങളും ഒക്കെ അനുവർത്തിക്കുന്നു, അല്ല എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ. തൽക്കാലത്തെ അവസ്ഥയാണ് ഇതെല്ലാം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥയെ മറികടക്കാൻ സാധിക്കുന്ന ലേസിനെസ് കണ്ടില്ലേ, ഇവിടെ ലേസിനെസ് ആവുന്നു, സൈലൻസ് വരുന്നുണ്ട്. സൈലൻസിലൂടെ മുന്നോട്ട് വന്ന് ലേസിനെസ് വരുന്നുണ്ട്. മടി, പല കാര്യങ്ങളിലും മടി വിചാരിക്കുന്നുണ്ട്, മടിച്ചിരിക്കുക മുറിക്കകത്തിൽ. അതായത് എന്താണ്, മൂണിൻ്റെ ഇൻഫ്ലുവൻസാണ് ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ, കർത്തവാവ് സമയം. അപ്പോൾ ഒരു ന്യൂ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങളിലേക്ക് ഉണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു എന്ന് വരില്ല. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നുണ്ട്, ടെൻഷൻ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾ മറികടക്കും. ഇതിന് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ന്യൂ വിഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ജീവിതത്തിൽ തന്നെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈലൻസും ലേസിനെസ്സും ഒക്കെ നിങ്ങളെ ആകെപ്പാടെ വല്ലാത്ത ഒരവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആഗ്രഹിച്ച കാര്യത്തിൽ പരാജയമായിരിക്കാൻ ചിലപ്പോൾ സംഭവിക്കുന്നത്. ഇതിനെ ഒന്നും നിങ്ങൾ കണക്കിലെടുക്കരുത്. അപ്പോൾ ഇതൊന്നുമല്ല വലുത്. ഇതൊക്കെ തൽക്കാലത്തെ അവസ്ഥയാണ്, ഇത് മാറിക്കൊള്ളൂ എന്ന് തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വീക്ഷണത്തിലൂടെ മുന്നോട്ട് പോകുക. മറ്റൊരു വീക്ഷണം എന്ന് പറയുമ്പോൾ എനിക്ക് ഇതൊക്കെ നല്ലതേ വരൂ, ഞാൻ നല്ല പ്രവർത്തികളാണ് ചെയ്തിട്ടുള്ളത്, എനിക്ക് നല്ലതേ വരൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞ് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല വിജയമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അതൊരു പുതിയ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പിന്നീടുമുള്ള ദിവസങ്ങൾ നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നതായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇതൊക്കെയാണ് ഈ റീഡിങ്. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ അമത്തിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺ അല്ലേ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ട്രസ്റ്റാണ്, ഒറക്കിൾ കാർഡ്സ് ആണ്. ഞാനിത് ഷഫിൾ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ യൂണിവേഴ്സിന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നിങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യം എന്താണ്? ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഞാനിതൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് യൂണിവേഴ്സ് നടത്തിത്തരും, എൻ്റെ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് നടത്തിത്തരും എന്ന് വിചാരിച്ച് ഇരിക്കുക, വിശ്വസിക്കുക. വിശ്വാസമാണ് ഇവിടെ ഈ മൂണാണ്, കണ്ടില്ലേ? ഇവിടെ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൂണിൻ്റെ സ്വാധീനം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പലർക്കും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സാഹചര്യമാവാം ഇപ്പോൾ, പലർക്കും, എല്ലാവർക്കുമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എന്താണ് പവർ, കണ്ടില്ലേ? ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്തോറും നിങ്ങളിലേക്ക് ഒരു പവർ വരുന്നുണ്ട്, ഒരു കഴിവ് വരുന്നുണ്ട്, ഒരു ശക്തി നിങ്ങളിലേക്ക് വരും. തീർച്ചയായിട്ടും ഒരു കഴിവ് നിങ്ങളിലേക്ക് വരും. എന്തിന്? വിജയത്തിലേക്ക്, നന്മയിലേക്ക് പോകാനുള്ള. ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ ന്യൂ വിഷനിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു പവർ ലഭിക്കുന്നുണ്ട്, കണ്ടില്ലേ ഇവിടെ? അപ്പോൾ ഈ ഒരു പവർ നിങ്ങളെ എങ്ങനെയാക്കും? സിംപ്ലിസിറ്റി, കണ്ടല്ലേ? എളിമയുള്ളവരാക്കി തീർക്കുമെന്ന്. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം എങ്ങനെയാണ് വരുന്നത്? അതോറിറ്റി പവർ നിങ്ങൾക്ക് കൈവരുന്നു. ഇവിടെയും കൺട്രോൾ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു അതോറിറ്റി പവർ എന്ന് പറയുമ്പോൾ എന്താണ്? അധികാര പദവിയാണ്. കുറച്ച് നിങ്ങൾ വിഷമം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഈ ഒരു പരാജയത്തിൽ നിന്ന് വരുന്നത് എന്താണ്? വിജയത്തിലേക്കാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതോറിറ്റി പവർ, നിങ്ങളുടെ ലൈഫിന് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആവില്ല എന്ന് നിങ്ങളിവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഒരു അതോറിറ്റി പവർ വരുമ്പോൾ എന്താണ്, നിങ്ങളെ ഹേർട്ട് ചക്ര നിങ്ങളുടെ ആക്റ്റീവ് ആകുന്നു. ഇവിടെ ഹേർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു. ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പലരുടെയും സ്നേഹം നിങ്ങൾക്ക് പിടിച്ചു പറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും സാധിക്കും. പ്രണയം ഉണ്ടായിരുന്നവർ നിങ്ങളോട് അത് തുറന്നു പറയാൻ വരുന്നുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രണയിക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. അതിനുള്ള സാഹചര്യം അടുത്ത് വരുന്നുണ്ട്. ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടല്ലേ, ഇവിടെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. ഇവിടെ ഒരു ഹാർമണിയാണ്, ഒരു ഐക്യം പ്രാപിച്ച് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് സക്സസ്സിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 6 എന്നുള്ള നമ്പർ, 4 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ 6 ഡേയ്സ് അല്ലെങ്കിൽ 6 ആഴ്ചകൾക്കകം സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ലൈഫിന് സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു, നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നു, നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഐക്യത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ പിന്നീട് എന്താണ്, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി അല്ലേ. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് ഇവിടെ ഹാർമണി സംഭവിക്കുന്നുണ്ട്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി, അതായത് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും ഉള്ള ഐശ്വര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. നിങ്ങൾ ഓരോരുത്തരും തന്നിട്ടുള്ള സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ്. എന്താ, ബ്ലാക്ക് ടെർമലിൻ എന്ന ക്രിസ്റ്റൽ, നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യുന്ന ക്രിസ്റ്റലാണ് അത്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ ലൈഫിലേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? ഡെത്ത്, മൂൺ കണ്ടില്ലേ, ഇവിടെയും മൂൺ വന്നിട്ടുണ്ട്. ഇമോഷൻസിനെ കൂട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് മൂൺ ഒരുപാട് വരുന്നത്. ക്വീൻ ഓഫ് വാൻസ് ആണ്. ത്രീ ഓഫ് സോഡ്സ്, മജീഷ്യൻ, ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് വാൻസ്. എന്താണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരുന്നത് മാറ്റങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ഹീലിംഗ്, പ്രൊജക്ഷൻസ്, സ്ട്രെസ്, ട്രസ്റ്റ്, ലെറ്ററി, പാർട്ടിസിപ്പേഷൻ. ക്രിയേറ്ററാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലർക്കും നല്ല ക്രിയേറ്റീവ് പവറുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ഡെത്താണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇത് മൂൺ വന്നിട്ടുണ്ട്, കണ്ടല്ലേ? മൂണെന്ന് പറയുമ്പോൾ ഇവിടെ ഹൃദയപരമായ ഇമോഷൻസ്, രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥ, ഒരുപാട് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ട് പലർക്കും. സൊസൈറ്റിയെ പേടി, എന്താണ് എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയും,
ഞാനിത് ചെയ്തത് ശരിയാണോ തെറ്റാണോ, മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ തെറ്റുകാരിയാണോ, അവരെന്താണ് എന്നെ അങ്ങനെ ചിത്രീകരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ ഒരുപാട് വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൊസൈറ്റി ഫിയർ കൂടുതലായിട്ടും അനുഭവിക്കുന്നു. നിങ്ങൾ വിചാരിക്കണം, മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, എനിക്കൊന്നുമില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വയം തീരുമാനിച്ച് മുന്നോട്ട് പോവുക, സ്വയം നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. മോശകരമായിട്ട് ചെയ്തിട്ടല്ല പറയേണ്ടത്. ആരുടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടോ നല്ലതായിട്ട് ചമയരുത്. നിങ്ങളുടെ കയ്യിൽ തെറ്റുകളൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മറ്റുള്ളവർ പറഞ്ഞു വരുത്തി നിങ്ങളെക്കുറിച്ച് മോശമാക്കാൻ എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മൂൺ എനർജിയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പുതിയ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്വയം സുഖപ്പെടുത്തലാണ്. കാരണം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഈ ഒരു മൂൺ എനർജി നിങ്ങൾക്ക് മാറ്റങ്ങളെ തരുന്നതാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ലൈഫായിരിക്കാം. ചിലപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥകൾ, എന്തൊക്കെയോ ചില ദുസ്വപ്നങ്ങളെ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കിവിടെ മാറ്റം വരാൻ പോവുകയാണെന്ന് കാണുന്നു. ഈ ഒരു മാറ്റം എന്തിൻ്റെയാണ്? സ്വയം സുഖപ്പെടുത്തലിൻ്റെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ നിങ്ങൾ മാറ്റിയിട്ട് നല്ല ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിയും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽത്തിലും വെൽത്തിലും ഒക്കെ നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ആകുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. അതെ, ഇവിടെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവാനുഗ്രഹമാണ് അല്ലേ? സുഖമുള്ള ഒരു ആരോഗ്യമുള്ള ഒരു ബോഡി കിട്ടുന്നത്, ആരോഗ്യമുള്ള ശരീരത്തിൽ എന്താണ് ഇവിടെ എന്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആരോഗ്യമുള്ള ഒരു ശരീരം കിട്ടുന്നത്? ദൈവാനുഗ്രഹം കൊണ്ടാണ് അല്ലേ? അപ്പോൾ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ദൈവാനുഗ്രഹമാണ്. എല്ലാവരും നിങ്ങളെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമുള്ള ആളാണ് നിങ്ങളെന്ന് കാണുന്നു. നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനും നിങ്ങളെ എല്ലാവരും അനുസരിക്കാനും ഒക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട്. സമൂഹത്തിലൊക്കെ കരിയർ സംബന്ധമായ നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്നുണ്ട്. ജോലി സംബന്ധമായി ഇതുവരെയും നിങ്ങൾ ജോലി കിട്ടാതെ നോക്കിയിരുന്നിട്ടുള്ള പല ആൾക്കാരുടെ എനർജി ഉണ്ട്. അവിടെ അങ്ങനെ നോക്കിയിരുന്നിട്ട് നിങ്ങൾ മുന്നോട്ട് നല്ല ഒരു അവസ്ഥയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ പ്രൊജക്ഷൻസ് ആണ് പലരും കണ്ടില്ലേ. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ മുഖത്തോട് മുഖം നോക്കി വിഷമിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവാം. കാരണം എന്തുകൊണ്ടാണത്? പല പരാജയങ്ങളിൽ നിന്നും മുന്നോട്ട് വരുന്ന ഒരവസ്ഥ. ഇവിടെ പരാജയമാണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പരാജയം വന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള പരാജയം, ഏത് തരത്തിൽ എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് തരത്തിലാണ് ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത്. റിലേഷൻഷിപ്പിൽ, ഫ്രണ്ട്ഷിപ്പിൽ, അല്ലാതെയുള്ള പല കൂട്ടുകെട്ടുകളിലും, ജോലിസ്ഥലങ്ങളിൽ, എന്തിനും, അല്ലെങ്കിൽ വീട് സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെയും, ബന്ധുക്കളിൽ, എല്ലായിടത്തും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. അതിലൊരു പുതിയ ഒരു തുടക്കം തന്നെ വരും നിങ്ങളുടെ ലൈഫിൽ. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ലൈഫിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് അനുഭവിക്കുന്നതായിരിക്കാം ഈ കഷ്ടതകൾ. അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചു എനിക്ക് ഒരിക്കലും ഇത് മാറിക്കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്കത് മാറിക്കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വൺസ് പറയുന്നതും ജോലിക്കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരുപാട് പേർ ജോലി കിട്ടാതെ വിഷമിക്കുക, അതിനായിട്ട് ശ്രമിച്ച് ഒത്തിരി നിരാശപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. പക്ഷേ അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ പോകുന്നു. നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട്. പിന്നെ 3 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും സ്ട്രെസ് അനുഭവിക്കുകയാണ്. 3 ഓഫ് സോഡ്സിന് ഇവിടെ സ്ട്രെസ്സാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ വീണിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ബന്ധങ്ങളിലേക്ക്, നല്ല ലൈഫിലേക്ക്, സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫ്, ഐശ്വര്യം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ ആധിപത്യം നിമിത്തം പലതരത്തിലുള്ള പ്രശ്നങ്ങളും സ്ട്രെസ് അനുഭവിക്കേണ്ടതായ ഒരവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, മൂൺ എനർജി നിമിത്തവും നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവിക്കാം. ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഈ ഒരു എനർജി കൊണ്ട് നിങ്ങൾക്ക്
ഉണ്ടാവാം. പക്ഷേ ഇത് അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നുള്ള വേർപാട് നിമിത്തം നിങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ കടന്നുവരവ് നിമിത്തം എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരവസ്ഥ വളരെയധികം വിഷമം തരുന്ന ഒന്നാണെന്ന് കാണുന്നു. അവിടെ എന്താണ്, അവിടെ ഇത് നിങ്ങൾക്കിവിടെ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണോ വേണ്ടത്? അല്ല. ഇത്തരത്തിലുള്ള ഏതവസ്ഥ വന്നാൽ തന്നെയും നിങ്ങളവിടെ സ്റ്റക്കായിട്ടിരിക്കാൻ പാടില്ല. എങ്ങനെ ഇതിനെ മറികടക്കും, ഇതിനെ ഓവർകം ചെയ്ത് എനിക്ക് മുന്നോട്ട് വരണം എന്ന് തീർച്ചയായിട്ടും പ്രതിജ്ഞ എടുക്കണം. അല്ലാതെ വെറുതെ വിഷമിച്ച് കരഞ്ഞ് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയല്ല വേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ മജിഷ്യൻ വന്നിട്ടുണ്ട്. എന്താണ്? ഹാർഡ് വർക്ക് ചെയ്യുക. മജിഷ്യനെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ തുടക്കം കൊണ്ടുവരാൻ കഴിയും. ഇവിടെ തന്നെ മാറ്റമാണ് വരാൻ പോകുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നല്ലൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആണോ, സോൾമേറ്റ് ആണോ, കണക്ഷൻ ഉള്ള ആൾക്കാർ ഇവിടെ സ്വപ്നം കാണുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടെ ഡ്രീം വന്നിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരുപാട് നല്ല നല്ല എനർജീസും വരാം, മോശകരമായതും വരാം. സ്വപ്നം കാണുന്ന എനർജിയുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്കൊരു തുടക്കം തന്നെയും വരുന്നുണ്ട്. നിങ്ങളോട് പിണങ്ങിയിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ മുറിവേൽപ്പിച്ച ആൾക്കാർ, നിങ്ങളോട് അത്രമാത്രം സ്നേഹമുണ്ടായിട്ടായിരിക്കുമല്ലോ നിങ്ങളുടെ ഹൃദയം മുറിവേൽപ്പിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും. അല്ല, അന്യരായ വ്യക്തികൾ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണല്ലോ വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള പ്രശ്നം നിമിത്തമാകാം നിങ്ങൾക്ക് ഇത് സംഭവിച്ചിട്ടുള്ളത്, ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് തരുന്നത് തൽക്കാലത്തെ വിഷമം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ മജീഷ്യനാണ്, മേജർ അർക്കാനയാണ് മജീഷ്യൻ. അപ്പോൾ മജീഷ്യൻ്റെ എനർജി നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്താണ്? ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറുക, സ്ഥിരമായിട്ടുള്ള ഒരു തുടക്കം, ലൈഫിലൊരു തുടക്കം കൊണ്ടുവരുന്നുണ്ട്. അത് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും അത് നല്ല ഒരു എനർജി നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ മടിക്കരുത്. യൂണിവേഴ്സിലുള്ള വിശ്വാസം നിങ്ങൾ കളയാൻ പാടില്ല. ദൈവത്തിലുള്ള വിശ്വാസം എപ്പോഴും അചഞ്ചലമായിരിക്കണം. അപ്പോൾ ഇന്നൊന്ന് വിചാരിച്ചു, നാളെ മറ്റൊന്ന് വിചാരിച്ചു, അങ്ങനെയല്ല. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് അത് ശാശ്വതമായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ സന്തോഷിക്കാനുള്ള വക കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സ്വപ്നം കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം നിശ്ചയിച്ചിട്ടുള്ള വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർ നിങ്ങളുടെ സോൾമേറ്റ് ആവാം, നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആവാം. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ, നിങ്ങൾ സ്വപ്നം കാണുന്നത് എത്തരത്തിലുള്ള വ്യക്തികളെയാണോ അവർ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കൊണ്ട് ഇവിടെ പലർക്കും ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആവുന്നുണ്ട്. ഇത് നല്ല വ്യക്തികൾ നിങ്ങളുടെ സ്ട്രോങ് ആണോ, നിങ്ങളോടൊപ്പം ചേരുന്ന വ്യക്തി സ്ട്രോങ് ആണോ എങ്കിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കും, അല്ലേ? തീർച്ചയല്ലേ ഞാൻ പറഞ്ഞത്, സത്യമല്ലേ? അപ്പോൾ നിങ്ങളോടൊപ്പം ചേരുന്ന വ്യക്തികൾ ഏത് തരത്തിലുള്ളതാണോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ട് സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഒരു ഭദ്രത ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. പലർക്കും സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നു. 6 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. 6 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ കരിയർ ലൈഫിൽ നല്ല സക്സസ് വരുന്നുണ്ട്. വാൻസ് ഫയർ സൈനാണ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് എനർജി. ഇവിടെ പെൻറ്റക്കിൾ എയർ സൈനാണ്, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ സോഡ് വന്നിരിക്കുന്നത്, സോഡ് എയർ സൈനാണ്, ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. ഇവിടെ ബാക്കി ഇവിടെ മജീഷ്യനിൽ കപ്പ് എനർജി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി, എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. മജീഷ്യനിൽ എല്ലാ എനർജീസും ഉണ്ട്. കാരണം ഇല്ല എങ്കിൽ മജീഷ്യൻ ഇത്രമാത്രം ഫേമസ് ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ കരിയർ ലൈഫിൽ നല്ല ഒരു സക്സസ് ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നു. കരിയർ ലൈഫിൽ മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അവരോട് കൂടിച്ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ച് യോജിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ല സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇതാണ് വിസ്ഡമാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത്, എൻലൈറ്റ്മെൻറ്റ്. ഇവിടെ
വിസ്ഡം കണ്ടില്ലേ, ഇവിടെ പലർക്കും അറിവ് വർദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങളിൽ നിന്നും ബ്രേക്കപ്പായി, രണ്ടുപേർ തമ്മിൽ ബ്രേക്കപ്പായി, പിണങ്ങിയിരുന്നു, ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചു, ഡിപ്രഷൻ അനുഭവിച്ചു, ഫ്രസ്ട്രേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അവിടെ എന്താണ് നിങ്ങൾക്ക്, അവിടെ നിന്നുമാണ് നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ പോകാൻ തുടങ്ങുന്നത് അല്ലേ? അവിടെ നിന്നുമാകണം നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ തുടങ്ങുന്നത്. ഇത്തരത്തിലുള്ള ഈ ടാരോട്ട് കാർഡ് റീഡിങ്ങിന് നിങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നത് തന്നെ എപ്പോഴാണ്? ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്കിത് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവവിചാരമുണ്ടാകുന്നു. ട്രസ്റ്റ് ചെയ്യും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് വിസ്ഡം, അറിവ് ലഭിക്കും. നിങ്ങൾ അറിവ് ലഭിച്ചിട്ട് മുന്നോട്ട് പോകുന്ന എനർജി ഇവിടെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സമയത്താണ് നിങ്ങൾക്ക് അറിവ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നത്. ഈ അറിവ് ലഭിക്കുന്നത് എങ്ങനെയാണ്? സോളിനെ അറിയാൻ സാധിക്കും. അറിവ് ലഭിക്കുമ്പോൾ കൂടുതൽ നിങ്ങളിലേക്ക് അറിവുണ്ടാകുമ്പോൾ പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നു. ഈ പ്രപഞ്ചത്തെ അറിയാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഇൻറ്റ്യൂഷൻ ഉണ്ടാകുന്നു. ഇൻറ്റ്യൂഷൻ ഉണ്ടാകുമ്പോൾ എന്താണ്? സോൾ എന്താണ് എന്നറിയാൻ കഴിയുന്നു. നിങ്ങളോട് കണക്ട് ചെയ്തിട്ടുള്ള സോൾ എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാൻ സാധിക്കും. ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാകും, ഇതെൻ്റെ സോൾ കണക്ഷനായിട്ടുള്ള ആളാണോ, അല്ല എൻ്റെ സോൾമേറ്റ് ആണോ ഇത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഇരിക്കും. നിങ്ങൾക്ക് ആ ചിന്തിക്കാനുള്ള ഒരു കഴിവ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ അറിവ് ലഭിക്കുന്നതായിട്ട്, സോളിനെ അറിയാനുള്ള കഴിവ് ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ എൻലൈറ്റൻമെൻ്റാണ്. അത് തന്നെയാണ്, ജീവിതത്തിലേക്ക് വെളിച്ചം വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു വെളിച്ചം വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഞാനിവിടെ പറഞ്ഞല്ലോ. അപ്പോൾ നിമിത്തം ഈ ഹൃദയപരമായ ഇമോഷൻസ് അനുഭവിച്ച് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് സന്തോഷം വരുന്നുണ്ട്, അറിവ് ലഭിക്കുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. കണ്ടില്ലേ, പ്ലഷർ, ഇവിടെ സന്തോഷം വരുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ? മൂണിൻ്റെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ സന്തോഷമാകാം, വിഷമമാകാം. ചിലർക്ക് ഏതെങ്കിലും വികാരം അധികരിച്ച് നിൽക്കും. മനസ്സിലായില്ലേ? എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ആദ്യം നിങ്ങൾക്ക് വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ അത് അനുഭവിച്ച് തീർക്കുമ്പോൾ സന്തോഷത്തിലേക്കാണ് നിങ്ങൾ നീങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വരാൻ തുടങ്ങുന്നു, അറിവ് വർദ്ധിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേഷ്യൻസ് അല്ലേ? അറിവ് വർദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടാവും. അറിവില്ലാത്തവർക്ക് ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിഞ്ഞുകൂടാ. അറിവുള്ളവർക്ക് മാത്രമേ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ക്ഷമിക്കാം എന്ന് തോന്നുകയുള്ളൂ. അപ്പോൾ ക്ഷമ പരീക്ഷിക്കുന്നത് നിങ്ങളെപ്പോഴാണ്? നിങ്ങൾക്ക് കുറച്ച് അറിവുണ്ടാകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ക്ഷമിച്ച് ഇരിക്കാനുള്ള ഒരു കഴിവ്, എനിക്ക് നല്ലതേ വരൂ എന്നുള്ള ആ ഒരു ചിന്തയാണ് നിങ്ങളുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ പേഷ്യൻസായിട്ടിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പലർക്കും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ക്ഷമ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമാണ്. ധൃതി പിടിച്ചൊന്നിനും എടുത്ത് ചാടി പോകരുത്. അല്ല, ക്ഷമയില്ലാതെ ആരോടും ഒന്നും സംസാരിക്കാൻ പാടില്ല. ആരെങ്കിലും നിങ്ങളോട് കയർത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ അല്ലാതെ അവരോട് അവർ പറയുന്നതിനപ്പുറം പറഞ്ഞ് ജയിക്കാൻ പോകേണ്ട കാര്യമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് വിഷമിക്കേണ്ടതായിട്ട് വരുന്നത്, നിങ്ങൾക്ക് തന്നെ ദുഃഖിച്ചിരിക്കേണ്ടതായ അവസ്ഥ വരും. അതുകൊണ്ട് കുറച്ചൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ സന്തോഷമാണ് പിന്നീട് ലഭിക്കാൻ പോകുന്നത്. കാരണം നിങ്ങളത് ക്ഷമിച്ചത് കൊണ്ട് വലിയൊരു വാക്കയറ്റം അവിടെ ഒഴിവായി കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ മറ്റുള്ള നിങ്ങളുടെ എതിരാളി തന്നെ നിങ്ങളോട് വിശ്വാസം വർദ്ധിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കൂടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളോട് ബഹുമാനിക്കുന്ന ഒരവസ്ഥ വരും അവർ തന്നെ. അതുകൊണ്ട് ക്ഷമ അത്യാവശ്യമാണ്. പിന്നീട് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ചിലരൊക്കെ ഇവിടെ ട്രാപ്ഡ് ഇൻ ഫിയർ, ഈ ഒരു അവസ്ഥയിൽ കണ്ടില്ലേ, പേടിച്ച് മുറിക്കുള്ളിലിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഒരുപാട് മൂൺ എനർജി ഒരുപാട് നിങ്ങളെ സ്ട്രെസ്സിലാക്കുമ്പോൾ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാം. മുറിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങാതെ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അത് മൂണിൻ്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൊസൈറ്റി ഫിയർ അനുഭവിക്കുന്നെന്ന്. അത്തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ചിലപ്പോൾ വെളിയിലിറങ്ങാതെ മുറിക്കുള്ളിൽ ഇരിക്കുന്ന ഒരവസ്ഥ. ഈ മുറിക്കുള്ളിലിരിക്കുക എന്ന് പറയുമ്പോൾ എത്ര കാലം മുറിക്കുള്ളിലിരിക്കാൻ സാധിക്കും നിങ്ങളെ കൊണ്ട്? തീർച്ചയായിട്ടും പറ്റില്ല, ഒരുപാട് കാലം ഇരിക്കാൻ പറ്റില്ല, 1-2 ദിവസം. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് മാറി ചിന്തിക്കാൻ ശ്രമിക്കൂ.
എനിക്കിത് എന്നും ഇരിക്കാൻ പറ്റില്ല, എനിക്കൊരു നല്ല സമയം വരും, ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ലവ് ബിഗിൻസ്, പലർക്കും ഇവിടെ ലവ് ബിഗിൻസ്, സ്നേഹം തുളുമ്പുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുതിയ പ്രണയം തുടങ്ങുന്നു, അല്ലെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒരവസ്ഥ. ഇതുവരെയും അനുഭവിച്ചിട്ടുള്ള മോശകരമായ സാഹചര്യങ്ങളിൽ നിന്നും പുതിയ നല്ല ഒരു തുടക്കത്തിലേക്ക് നിങ്ങളിവിടെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു മാറ്റം നിമിത്തം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ്. കണ്ടില്ലേ, നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ. ഇവിടെയും വേണ്ട റെയിൻബോ കാണുന്നുണ്ട്, ഇവിടെയും റെയിൻബോ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും 1 ഇവിടെ മാറ്റമാണ്, തുടക്കമാണ്. 4 എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റിയാണ്. കണ്ടില്ലേ, പലർക്കും ഇവിടെ സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആവാൻ പോകുന്നുണ്ട്. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ്. നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. പഴയതിനെ അപേക്ഷിച്ച് ഇതുവരെ അനുഭവിച്ചിരുന്ന വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. വീടില്ലാത്തവർക്ക് വീടായി, മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണോ, സേഫായിട്ട് പോകണോ, സുരക്ഷിതത്വം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതിന് മറ്റൊരിടത്തേക്ക് നിങ്ങൾക്ക് പോയി മാറി താമസിക്കാനുള്ള സാഹചര്യം അടുത്ത് വരുന്നുണ്ട്. അവിടെ കുടുംബസഹിതം സന്തോഷകരമായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. അതിനൊരു സ്റ്റെബിലിറ്റിയും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ട്. സ്നേഹത്തിൻ്റെ തുടക്കമാണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളെനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.